നമ്മൾ കണ്ടു ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫംഗ്ഷൻ എഫ് എക്സ് കണ്ടീഷൻ ഇതാണ്. എ ഫംഗ്ഷൻ എഫ് ഹുസ് ഡൊമെയിൻ ആൻഡ് കോഡൊമെയിൻ ആർ എന്താണ്? സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അത് ഓർത്തോണേ, ഇതൊക്കെ കണ്ടീഷൻ ഉള്ള കേട്ടോ. ഇതിന്റെ ഡൊമെയിനും കോഡൊമെയിനും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. എങ്കിൽ ഇൻക്രീസിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? ഇഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് വൈ വെനെവർ എപ്പോഴാണ്? എക്സ് ലെസ് ദാൻ വൈ. ഇനി സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറയുമ്പോൾ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആ സൈൻ ഇല്ല, ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്താണ്? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് വൈ വെനെവർ എക്സ് ലെസ് ദാൻ വൈ. അതാണ് ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇവിടെ നമുക്കറിയാം 1 എടുത്താൽ എന്താണ്? ഇമേജ് 1 തന്നെ കിട്ടും. 2 എടുത്താലോ 2 സ്ക്വയർ കിട്ടും കേട്ടോ. 1ൽ നിന്ന് 2ലോട്ട് വലുതായി. അതുപോലെ ഇമേജ് എന്തായി? 1ൽ നിന്ന് 4ലോട്ട് വലുതായി. ഇൻക്രീസിംഗ് ഫംഗ്ഷനാ അല്ലെ? 1 എടുത്തപ്പം ഇമേജ് 1, 2 എടുത്തപ്പോ ഇമേജ് 4 ആയി, 3 എടുത്തപ്പോ ഇമേജ് എന്തായി? 9 ആയി. കണ്ടോ? 1ൽ നിന്നും 2ലോട്ട് വലുതായി, 2ൽ നിന്നും 3ലോട്ട് വലുതായി. അതുപോലെ ഇമേജ് 1ൽ നിന്നും 4ലോട്ട് വലുതായി, 4ൽ നിന്നും 9ലോട്ട് വലുതായി. മനസ്സിലായോ? അതാണ് ഈ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഉണ്ടോ? എഫ് ഓഫ് എക്സ് എഫ് ഓഫ് 2 സ്ക്വയർ 4 ആയി. എഫ് ഓഫ് വൈ എഫ് ഓഫ് 4 സ്ക്വയർ 16 ആയി. 4 ലെസ് ദാൻ 16 ആണ് അല്ലെ? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് വൈ. നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അടുത്തായിട്ട് പ്രൂഫ് ഇഫ് എക്സ് ലെസ് ദാൻ, അതെങ്ങനെയാ കാണിക്കുന്ന? പ്രൂഫ് കാണിച്ചിരുന്നത് എക്സ് ലെസ് ദാൻ വൈ. എക്സ് ലെസ് ദാൻ വൈ ആകുമ്പോൾ എക്സ് സ്ക്വയർ ലെസ് ദാൻ വൈ സ്ക്വയർ അല്ലേ? നമുക്ക് പ്രൂഫ് ചെയ്യാനാണെങ്കിൽ നമുക്ക് പറയാം എക്സ് ലെസ് ദാൻ, ഏത് എക്സ് ലെസ് ദാൻ വൈ എടുത്താലും എക്സ് സ്ക്വയർ എപ്പോഴും ലെസ് ദാൻ വൈ സ്ക്വയർ ആയിരിക്കും. അങ്ങനെയാണ് ഇമേജ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് വൈ. അപ്പൊ എഫ് ഇൻക്രീസിങ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ് പറയാനായിട്ട് പറ്റും. മറ്റൊരു എക്സാമ്പിൾ ആണ് എഫ് ഓഫ് എക്സ് ഇക്വൽ 1/x. ഇത് ഡിക്രീസിംഗിന് എക്സാമ്പിൾ അല്ലെ? എങ്ങനെയാണ്? നമുക്കറിയാം 1 ലെസ് ദാൻ 2 അല്ലെ? അതേസമയം 1/1ഉം 1/2 തമ്മിലുള്ള ബന്ധം എന്താ? 1/1 ചെറുതാണ് 1/2 അല്ലെ? അതായത് 1ൽ നിന്നും 2ലോട്ട്, അതായത് നമുക്കറിയാം 1 2 3 4 അങ്ങനെ കൂടുന്നതനുസരിച്ച് ഡിനോമിനേറ്ററിൽ അത് വരുമ്പോ എന്ത് കിട്ടും? കുറഞ്ഞു വരും അല്ലെ? ഇവിടെ നോക്കിക്കേ, എക്സ് ആൻഡ് വൈ ബി 2 പോസിറ്റീവിന്റെ എക്സ് ലെസ് ദാൻ വൈ ആകുമ്പോൾ എക്സ്, ഇത് ഓർത്തോണം ഈ റിലേഷൻ നമുക്കറിയാം. എക്സ് ലെസ് ദാൻ വൈ ആകുമ്പോൾ 1/x ഗ്രേറ്റർ ദാൻ 1/y തിരിഞ്ഞു വരും അല്ലെ? അപ്പൊ എന്ത് പറയാം? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് വൈ. അങ്ങനെയുള്ള ഫംഗ്ഷനെ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയും. നമുക്ക് ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഇൻജക്റ്റീവ് ആണോ, സബ്ജക്റ്റീവ് ആണോ, ബൈജക്റ്റീവ് ആണോ? ഡെഫിനിഷൻ കൃത്യമായിട്ട് ഓർത്തിട്ട് നിങ്ങൾ അത് പഠിച്ചോണം. വളരെ സിമ്പിൾ ആണ്, ചെയ്ത് പഠിക്കുക. ഈ പറഞ്ഞിരിക്കുന്നത് തന്നെ ചോദിക്കത്തുള്ളൂ. Is the function f of x equal to x plus 1 from the set of integer to the set of integers a bijective, injective and surjective? Integers, set of integers, bijective, injective and surjective. നമുക്ക് പ്രൂഫ് ചെയ്യാനാ കേട്ടോ. അതായത് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് 1. ഇത് ബൈജക്റ്റീവ് ആണോ, ഇൻജക്റ്റീവ് ആണോ, സർജക്റ്റീവ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യണം. ഇൻജക്റ്റീവ് ആണോ എന്നറിയാൻ എന്താ നോക്കണ്ടേ? എഫ് ഓഫ് എക്സ് ഈക്വൽ എഫ് ഓഫ് വൈ എന്ന് എടുത്താൽ എന്ത് കിട്ടണം? എക്സ് ഈക്വൽ വൈ എന്ന് കിട്ടുമെന്ന് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ അത് ഇൻജക്റ്റീവ് അല്ല അല്ലെ? അപ്പൊ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ എഫ് ഓഫ് വൈ നമ്മൾ എടുക്കുന്നു. എഫ് ഓഫ് എക്സ് എന്താ നമുക്കറിയാം, എന്താണത്? എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ എഫ് ഓഫ് വൈ എന്തായിരിക്കും? എക്സിന്റെ സ്ഥാനത്ത് വൈ ഇട്ട് കൊടുത്താൽ പോരെ? അപ്പൊ എഫ് ഓഫ് വൈ എന്തായിരിക്കും? എക്സ് വൈ പ്ലസ് 1. നോക്കിക്കേ, എക്സ് പ്ലസ് 1 ഈക്വൽ ടു വൈ പ്ലസ് 1. 1ഉം 1ഉം ക്യാൻസൽ ആയി പോലെ. അപ്പൊ എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു വൈ. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ആണ്. ഇനി സർജക്റ്റീവ് ആണോ നോക്കണം. സർജക്റ്റീവ് ആണോ നോക്കിയാൽ നമ്മൾ നോക്കണ്ടേ എന്താണ്? ഡൊമൈൻ ആരാന്നാ തന്നേക്കുന്നേ? ഡൊമൈന് സെറ്റ് ഓഫ് ഇന്റിജറാ. അപ്പം ഏത് ഇന്റിജർ എടുത്താലും അതിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മറ്റൊരു ഇന്റിജർ കിട്ടിയല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അത് സർജക്റ്റീവ് ആണ് അല്ലെ? We have a function is set to surjective. For every b belongs to b, there is an element a belongs to e. അല്ലെ? b equal to f of a. f of x equal to x plus 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഏത് ഇന്റിജർ എടുത്താലും നിങ്ങൾ ഓർത്താൽ മതി, ഏത് ഇന്റിജർ x ബിലോങ്സ് ടു ഡൊമൈൻ എടുത്താലും എക്സ് പ്ലസ് 1 മറ്റൊരു ഇന്റിജർ ആയിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ അത് ഓൺ ടു ഫംഗ്ഷൻ ആണ്. ഏത് ഇന്റിജറിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് എഴുതി നോക്കി. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് പ്ലസ് 1 എന്ന് കിട്ടും. അപ്പൊ അത് 1 to 1 ആണെന്നുള്ളത് കിട്ടും, യുണീക്ക് ആയിട്ട് കിട്ടും അല്ലെ? 1 1. എന്താണ് സർജക്റ്റീവ്? സർജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഇമേജ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് 1. വൈ മൈനസ് 1 എന്ന് ഇവിടെ നോക്കി വേറൊരു രീതി പറയുവാണ്. വൈ ഇസ് ആൻ ഇന്റിജർ, ഇന്റിജർ എക്സ് ഈക്വൽ ടു വൈ മൈനസ് 1 വരുന്ന രീതിയിലാണ്. നോക്കി ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതിയില്ലെങ്കിലും നിങ്ങളൊന്ന് ഓർത്താൽ മതി, ഏത് ഇന്റീജർ എടുത്താലും അവിടെ പ്രീ ഇമേജ് കാണും അല്ലെ? അപ്പൊ ആ ഒരു കാര്യം ഓർത്തിരിക്കാം. ഇനി നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കോമ്പോസിഷൻ ഓഫ് എ ഫംഗ്ഷൻ. കോമ്പോസിഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ്.
ഇത് ഇമ്പോർട്ടന്റ് എക്സാമിന് ചോദിക്കുന്നത് ഈ പ്രോബ്ലം തന്നെ ആയിട്ട് ചോദിക്കുവേ. Okay, f from x to y and g from y to z, then the composition of f and g is denoted by g composition f is function from x to y, g composition f is x to z. Okay, നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം കോമ്പോസിഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോ ജി കോമ്പോസിഷൻ എഫ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. എഫിന്റെ ഡൊമൈൻ എഫിന്റെ റേഞ്ച് ആയിരിക്കണം ജിയുടെ ഡൊമൈൻ കേട്ടോ. ഇവിടെ നോക്കി എഫ് ഫ്രം എക്സ് ടു വൈ, ജി ഫ്രം വൈ ടു ഇസഡ്, അങ്ങനെ വേണേ കണ്ടോ. എഫ് ഫ്രം എക്സ് ടു വൈ, ഈ വൈയിൽ നിന്ന് വേണം ജി തുടങ്ങാൻ, ജി ഫ്രം വൈ ടു ഇസഡ്. ഇപ്പൊ എക്സ് ടു കെ ആയിരുന്നെങ്കിൽ ജി ഫ്രം കെ ടു ഇസഡോ അങ്ങനെ എന്തേലും തുടങ്ങാം. മനസ്സിലായല്ലോ? എന്നാലേ കോമ്പോസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ കോമ്പോസിഷൻ എവിടുന്ന് എങ്ങോട്ടാണ്? ജി കോമ്പോസിഷൻ എഫ് ആ ഇവിടെ ജി കോമ്പോസിഷൻ എഫ് ആ ഇവിടെ ഫസ്റ്റ് പൊസിഷൻ ആരാണ് അയാളുടെ ഡൊമൈന് ജിയുടെ റേഞ്ച് അങ്ങനെ എടുക്കുന്നത്. എഫിന്റെ ഡൊമൈനും ജിയുടെ റേഞ്ചും എടുത്താണ് കോമ്പോസിഷൻ എഴുതുന്നത്. എഫിന്റെ ഡൊമൈൻ ആരാണ്? എക്സ് അല്ലെ. ജിയുടെ റേഞ്ച് ആരാണ്? ഇസഡ്. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് ഫ്രം എക്സ് ടു ഇസഡ്, ജി കോമ്പോസിഷൻ എഫ് ഫ്രം എക്സ് ടു ഇസഡ് എന്ന് നമ്മൾ പറയും. മനസ്സിലായോ? അത് കണ്ടുപിടിക്കാൻ ചോദിക്കേ. ഇപ്പോൾ ശ്രദ്ധിച്ചേ, ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യും ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എക്സ്. അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിക്കാനുണ്ട്. നോക്കിക്കേ, എഫ് ഫ്രം ആർ ടു ആർ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ എക്സ് സ്ക്വയർ ആണ്, ജി ഫ്രം ആർ ടു ആർ തന്നെയാണ്. രണ്ടും ഒരേ എല്ലാം സെയിം ആണ്, നമുക്ക് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലെ. ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 2x + 3. അങ്ങനെയാണ് നമ്മൾ ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചേ, ഫോർമുല ഓർത്തോണേ. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് അല്ലെ. ജി കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ആരാന്ന് അറിയാവല്ലോ. ആരാണ് എഫ് ഓഫ് എക്സ്? എക്സ് സ്ക്വയർ തന്നിട്ടില്ലേ. അപ്പം ജി ഓഫ് എഫ് ഓഫ് എക്സിന് പകരം എക്സ് സ്ക്വയർ ഇട്ട് കൊടുത്തു. ജി ഓഫ് എക്സ് സ്ക്വയർ ആരാ? ജി ഓഫ് എക്സ് ആരാന്ന് നമുക്കറിയാം. എക്സ് ഉള്ളിടത്തൊക്കെ എക്സ് സ്ക്വയർ ഇട്ട് കൊടുത്താൽ മതി അല്ലെ. ജി ഓഫ് എക്സ് ആരാണ്? 2x + 3. അങ്ങനെയാണ് ജി ഓഫ് എക്സ് സ്ക്വയർ ആരാണ്? 2x² + 3. വളരെ സിമ്പിൾ ആണ്. എഫ് കോമ്പോസിഷൻ ജി നോക്കിക്കേ. എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഉണ്ട്. എഫ് ഓഫ് ജി ഓഫ് എക്സ്, എഫ് ഓഫ് ജി ഓഫ് എക്സ് ആരാന്ന് നമുക്കറിയാമല്ലോ. എന്താണ്? 2x + 3. ഇനി എഫ് ഓഫ് 2x + 3, എഫ് ഓഫ് എക്സ് ആരാന്ന് അറിയാം? എക്സ് സ്ക്വയർ. അങ്ങനെയാണ് എഫ് ഓഫ് 2x + 3 എന്തായിരിക്കും? എക്സിന് പകരം 2x + 3 ഇട്ട് കൊടുത്താൽ മതി. 2x + 3 ദ ഹോൾ സ്ക്വയർ. ഇത്രയും വരെയെങ്കിലും എഴുതി വെക്കുക കേട്ടോ. രണ്ടും സെയിം ആണോ നിങ്ങളോട് ചോദിക്കും. രണ്ടും സെയിം അല്ലല്ലേ? ആണോ? അല്ലല്ലോ. എക്സ്പാൻഡ് ചെയ്താൽ പോലും ഒരേപോലെ കിട്ടത്തില്ല. അപ്പൊ ഇങ്ങനെ കോമ്പോസിഷൻ കണ്ടുപിടിച്ച് രണ്ടും സെയിം ആണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. മറ്റൊരു ക്വസ്റ്റൻ ആണ് നോക്കി. എഫ് ഫ്രം ആർ ടു ആർ, എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ക്യൂബ്, ജി ഫ്രം ആർ ടു ആർ, ജി ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ചെക്ക് വെദർ എഫ് കോമ്പോസിഷൻ ജി ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് ചോദിക്കും കേട്ടോ. രണ്ട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. നോക്കി, ഇവിടെ ആർ ടു ആർ ആണ്. എല്ലാം എഫ് ഫ്രം ആർ ടു ആർ ആണ്, ജി ഫ്രം ആർ ടു ആർ ആണ്. അതുകൊണ്ട് ഡൊമൈൻ വ്യത്യാസമാണെന്നോ കോവണവിനും വ്യത്യാസമാണ് അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ എഫ് ഓഫ് എക്സ് സ്ക്വയർ ഉണ്ട്, എഫ് ഓഫ് എക്സ് ഉണ്ട്, ജി ഓഫ് എക്സ് ഉണ്ട്. അങ്ങനെയാണ് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഫോർമുല എന്താ? എഫ് ഓഫ് ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് ആരാന്ന് തന്നിട്ടുണ്ട്? സൈൻ എക്സ് അല്ലെ. അപ്പൊ എഫ് ഓഫ് സൈൻ എക്സ്. എഫ് ഓഫ് സൈൻ എക്സ് ആരാണ്? എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ആണ്. സൈൻ എക്സ് ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ സൈൻ ക്യൂബ് എക്സ്, സൈൻ ക്യൂബ് എക്സ് എന്ന് വേണം എഴുതാം കേട്ടോ. പിന്നെ അടുത്തത് ജി കോമ്പോസിഷൻ എഫ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ആണ്. ജി ഓഫ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എക്സ് ക്യൂബ്. വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ആണെന്ന് വെച്ചാൽ നിങ്ങൾ വിട്ട് കളഞ്ഞേക്കല്ല. കണ്ട വലിയ സംഭവം നോക്കും, പക്ഷെ സിമ്പിൾ ആണ്. സിമ്പിൾ ആയതുകൊണ്ട് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഹോംവർക്ക് ആണ്. ഡിറ്റർമൈൻ വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഫ്രം Z to Z is 1 to 1. അപ്പൊ ഇത് ഹോംവർക്ക് ആണ്, നിങ്ങൾ ചെയ്യണം കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടാവാം, എങ്കിലും ഹോംവർക്ക് ആണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്താ? നമ്മൾ മുമ്പേ ഇൻവേഴ്സ് എന്താന്ന് കണ്ടായിരുന്നു. അതൊന്നുകൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ എന്താണ്? ലെറ്റ് എഫ് ബി ദ ഫംഗ്ഷൻ. നമുക്കറിയാം ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമൈനിനകത്ത്, അതായത് നമുക്കറിയാം ഡൊമൈനിലെ ഓരോ മെമ്പറിനും എന്തുണ്ട്? ഇമേജ് ഉണ്ട്. ഇമേജ് ഉണ്ടെങ്കിൽ റേഞ്ച് സെറ്റിൽ ഓരോ മെമ്പേഴ്സിനെ പ്രീ ഇമേജിനെയാണ് നമ്മൾ എന്താ? ഇൻവേഴ്സ് ഇമേജ് എന്ന് പറയുന്നത്. തിരിച്ചു പോവുക അല്ലെ. ഇവിടെ നമ്മളിപ്പോ എക്ക് ഒരു സ്വിച്ച് ഇട്ടാൽ എഫ് ഓഫ് എ ഇവിടെ കിട്ടും അല്ലെ. എ എന്ന് പറഞ്ഞ ഒരു സ്വിച്ച് ഇട്ടാൽ അതിന്റെ മറുപടി എവിടെ കിട്ടുന്നത്? റേഞ്ച് സെറ്റ് എഫ് ഓഫ് എ. അങ്ങനെയാണ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞ ഒരു സ്വിച്ച് ഇട്ടാൽ അതിന്റെ പ്രീ ഇമേജ് എവിടെ കിട്ടും? റേഞ്ച് സെറ്റ് വരും. ആ പ്രീ ഇമേജുകളുടെ കളക്ഷൻ ആണ് ഇൻവേഴ്സ് ഇമേജ് എന്ന് പറയുന്നത്. അത് ഡിഫൈൻ ചെയ്ത് ഇവിടെ തന്നിരിക്കുന്ന പോലെ പഠിച്ചോണം കേട്ടോ. ലെറ്റ് എഫ് ബി ദ 1 to 1